2019 ഏകദിന ലോകകപ്പ് നടക്കുന്നതിനിടെ ക്രിക്കറ്റ് കരിയർ മതിയാക്കാൻ ഒരു ഇന്ത്യൻ താരം തീരുമാനമെടുത്തു. പരിക്കേറ്റ വിജയ് ശങ്കറിന് പകരം മായങ്ക് അഗർവാളിനെ ടീമിലെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ആ തീരുമാനം. 4.5 വർഷങ്ങൾക്ക് ശേഷം അയാൾ ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു. ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസിൽ അംഗത്വമെടുത്തു. പക്ഷേ 8 ദിവസത്തിൽ മനം മാറ്റമുണ്ടായി. രാഷ്ട്രീയത്തിൽ നിന്ന് ഇടവേളയെടുക്കുന്നതായി ഇന്ത്യൻ മുൻ താരം പ്രഖ്യാപിച്ചു. ബാക്കി കാര്യങ്ങൾ വഴിയറിയിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യമായല്ല അമ്പാട്ടി റായുഡുവിന്റെ കരിയറിൽ അപ്രതീക്ഷിത തീരുമാനങ്ങൾ. ഒരു തട്ടിപ്പൊളിപ്പൻ ബോളിവുഡ് സിനിമ പോലെ കുഴഞ്ഞുമറിഞ്ഞ ക്രിക്കറ്റ് ജീവിതം. ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിന് ലഭിക്കേണ്ടിയിരുന്ന മികച്ച താരം. ചിലപ്പോഴൊക്കെ റായുഡുവിന്റെ തീരുമാനവും മറ്റു സമയങ്ങളിൽ വിധിയുടെ വിളയാട്ടവും ആ കരിയർ പൊളിച്ചടുക്കി. 2002-2003 രഞ്ജി ട്രോഫി സീസൺ 698 റൺസുമായി റായുഡുവിന്റെ തകർപ്പൻ പ്രകടനം. പക്ഷേ പിന്നീടുള്ള സീസണിൽ റായുഡുവിന് തിളങ്ങാൻ കഴിഞ്ഞില്ല. ഇതോടെ ഹൈദരാബാദ് ടീം അധികൃതരുമായി റായുഡുവിന്റെ ബന്ധം വഷളായി. ഹൈദരാബാദ് വിട്ട് റായുഡു ആന്ധ്രാപ്രദേശിനായി പാടണിഞ്ഞു. പഴയ സഹതാരത്തെ എതിർ ടീമിൽ കണ്ടത് വീണ്ടും പ്രശ്നങ്ങൾക്കിടയാക്കി. മത്സരത്തിനിടയിലെ വാക്കുതർക്കം താരങ്ങൾ തമ്മിൽ കയ്യേറ്റം വരെ എത്തി. ഹൈദരാബാദ് താരം അർജുൻ യാദവ് റായുഡുവിനെ സ്റ്റംപ് കൊണ്ട് ആക്രമിച്ചു. അടുത്ത സീസണിൽ റായുഡു BCCI നിരോധനമുണ്ടായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് കളിക്കാൻ പോയി. എങ്കിലും തിരിച്ചുവരാനുള്ള BCCI സമയപരിധിക്കുള്ളിൽ മടങ്ങിയെത്തി. പിന്നാലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിൽ. ആഭ്യന്തര ക്രിക്കറ്റിൽ ബറോഡ ടീമിൽ കളിക്കാനും അമ്പാട്ടി റായുഡുവിന് അവസരം ലഭിച്ചു. 2014 സിംബാബ്വെക്കെതിരെ ഇന്ത്യൻ ടീമിൽ മോശമല്ലാത്ത അരങ്ങേറ്റം. 2017 ഹൈദരാബാദ് രഞ്ജി ടീമിൽ നായകനായി തിരിച്ചെത്തി. പക്ഷേ ഇതേ വർഷം റായുഡു ഒരു മുതിർന്ന പൗരനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. 2018 ചെന്നൈ സൂപ്പർ കിങ്സിലെത്തിയപ്പോഴും റായുഡുവിന്റെ പ്രതിഭ നശിച്ചിട്ടുണ്ടായിരുന്നില്ല. സീസണിൽ 602 റൺസ് റായുഡു അടിച്ചുകൂട്ടി. ഇത് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവിനും വഴിതെളിച്ചു. എന്നാൽ 2019 ലോകകപ്പ് ടീമിൽ ഇടം ലഭിക്കാത്തതിന് വിജയ് ശങ്കറിനെതിരെ പരോക്ഷ വിമർശനം. വിജയ് ശങ്കറിന് പരിക്കേറ്റപ്പോൾ മായങ്ക് അഗർവാൾ ടീമിലെത്തി. ഇതോടെ ഇനി കാത്തിരിക്കേണ്ടെന്ന തീരുമാനത്തിൽ അമ്പാട്ടി റായുഡു വിരമിക്കൽ പ്രഖ്യാപിച്ചു. എന്നാൽ എടുത്തുചാട്ടത്തിലെ തീരുമാനം വേഗത്തിൽ മാറ്റി. ക്രിക്കറ്റിലേക്ക് തിരിച്ചുവരവിന് ആഗ്രഹിച്ചെങ്കിലും BCCI കേട്ടതായി പോലും നടിച്ചില്ല. ചെന്നൈ സൂപ്പർ കിങ്സിലും ആഭ്യന്തര ക്രിക്കറ്റിലും റായുഡു തുടർന്നു. 2023 IPL പിന്നാലെ റായുഡു ശരിക്കും ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇനി രാഷ്ട്രീയത്തിൽ പുതിയ ഇന്നിംഗ്സ് ആണ്. റായുഡു സ്ഥിരത പുലർത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം.